നമസ്കാരം, ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേദഗുളിയെ കുറിച്ചാണ്. പ്രസവശേഷം എല്ലാ സ്ത്രീകളും ചെയ്യുന്നതാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് വേദഗുളി. അപ്പൊ വേദഗുളിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സിസേറിയന് ശേഷമായാലും നോർമൽ ഡെലിവറിക്ക് ശേഷമായാലും വേദഗുളി വളരെ നിർബന്ധമാണ് അല്ലെ. അപ്പൊ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേദഗുളി സ്ത്രീകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ വേദഗുളിക്ക് ഉപയോഗിക്കേണ്ട ഇലകൾ ഏതൊക്കെയാണ്, ഇലകൾ അതിന് ഉപയോഗിക്കേണ്ട മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ സിസേറിയന് ശേഷം എത്ര ടൈമിന് ശേഷമാണ് വേദഗുളി നടത്തേണ്ടത്, അതുപോലെ തന്നെ നോർമൽ ഡെലിവറിക്ക് ശേഷം എത്ര ടൈം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വേദഗുളി നടത്താനായിട്ട്. ഇത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ വേദഗുളി എന്ന് പറയുന്ന സമ്പ്രദായം വളരെ മുൻപ് തൊട്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പോഴും അത് തുടർന്നു പോകുന്നുണ്ട്. അത് ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഇത് തുടർന്നു പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് ആദ്യം പറയാം. അപ്പൊ ഗുണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കറിയാം, ബോഡി മൊത്തം ഒരു റിലാക്സേഷൻ. പ്രഗ്നൻസിക്ക് ശേഷം നമ്മുടെ ശരീരം വളരെ ക്ഷീണാവസ്ഥയിലായിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിലെ പേശികളായാലും എല്ലാത്തരം സിസ്റ്റംസ് ആയാലും അത് വീക്കായിരിക്കും. അപ്പൊ ആ ഒരു അവസരത്തിൽ നമുക്ക് വേദഗുളി വളരെ അത്യാവശ്യമാണ്. പേശികളുടെ ഉത്തേജനത്തിനും അതുപോലെ തന്നെ പേശി മുറുക്കം ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലാക്സ് ആവാനും ശരീരം മൊത്തത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാനും സ്കിന്നിന് നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത്തരം വേദഗുളി നടത്തുന്നത് സ്കിന്നില് നല്ല രീതിയിൽ ഹെൽത്തി ആക്കാനും ഡ്രൈനെസ് കുറച്ച് മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം നല്ല രീതിയിൽ ഉണ്ടാകും. പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം, നല്ല രീതിയിലുള്ള ഒരു ക്ഷീണവും മയക്കവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഈ ഒരു വേദഗുളി കുളിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സമ്മർദ്ദം, ശാരീരികമായിട്ടും മാനസികമായിട്ടും സമ്മർദ്ദം ഉണ്ടാവും ആ സമയത്ത്. അപ്പൊ അത് കുറയ്ക്കാനായിട്ടും ഈ വേദഗുളി വളരെ ഗുണം ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് മൃദുവായിട്ട് ഓയിൽ മസാജും വേദഗുളിക്ക് മുമ്പായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മൊത്തം രക്തയോട്ടം വർദ്ധിക്കുകയും അതുമൂലം ചെറിയ ചെറിയ നീർവീക്കങ്ങളും പേശിയിൽ ഉണ്ടാകുന്ന വേദനകളും സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയും ഒക്കെ മാറാനായിട്ട് വേദഗുളി ഉപകരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങള്. അതുപോലെ തന്നെ പലരും പറയാറുണ്ട് ഈ വേദഗുളി കുളിക്കേണ്ടത് വളരെ തിളച്ച വെള്ളത്തിലാണെന്ന്. ആക്ച്വലി അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വേദഗുളി നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ മാത്രമേ കുളിക്കേണ്ടതുള്ളൂ. ചെറിയൊരു ചൂട് ഉണ്ടാകണം എന്നേ ഉള്ളൂ. തിളച്ച വെള്ളത്തിലൊന്നും ഒരിക്കലും കുളിക്കരുത്. അത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വെജൈനൽ ഭാഗത്ത് എപ്പിസോട്ടമി ഒക്കെ ചെയ്തിട്ട് അവിടെ ഇതുണ്ടാവും, ആ ഭാഗത്ത് ഒരു കീറലുണ്ടാവും. അപ്പൊ ആ ഭാഗത്ത് സ്റ്റിച്ച് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിളച്ച വെള്ളത്തിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആ സ്റ്റിച്ചൊക്കെ പൊട്ടാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം വേദഗുളി ആ സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ മുറിവ് ഉണങ്ങിയതിന് ശേഷമാണെങ്കിലും അത്ര തിളച്ച വെള്ളത്തിലൊന്നും കുളിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ തെറ്റായ അബദ്ധധാരണകളാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നോർമൽ ഡെലിവറി ഒരു എപ്പിസോഡ് ഞാൻ നേരത്തെ പറഞ്ഞു, വെജൈനൽ ഭാഗത്ത് ഉണ്ടാകുന്ന ചെറിയ മുറിവ് അത് ഒരു വീക്കിന് ശേഷമൊക്കെയാണ് ഉണങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ശേഷം മാത്രമേ നമ്മൾ വേദഗുളി പറയാറുള്ളൂ. ഓക്കെ, നോർമൽ ഡെലിവറിയിൽ കേട്ടോ. അപ്പോ അതുപോലെ തന്നെ ഈ വെജൈനൽ ഭാഗത്തെ മുറിവ് നല്ല രീതിയിലുള്ള മുറിവാണെങ്കിലോ അല്ലെങ്കിൽ ഈ ചില കോംപ്ലിക്കേഷൻസ് ഉള്ള ഡെലിവറി ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ചില സിസേറിയൻ സെക്ഷൻ ഒക്കെ ആണെങ്കിൽ ഏകദേശം 3 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ വേദഗുളിയുടെ ആവശ്യമുള്ളൂ. മനസ്സിലായോ? അതിനു മുമ്പ് ഒരിക്കലും വേദഗുളിയുടെ ആവശ്യം വരുന്നില്ല. അപ്പൊ എപ്പിസോട്ടമി ഒക്കെ ചെറിയ മുറിവാണ്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്കിന് ശേഷം നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്, വേദഗുളി ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുറിവ് ഹീലാവുന്നതിന് മുൻപ് ആരും വേദഗുളി ചെയ്യാതിരിക്കുക. കാരണം മുറിവില് ഹീലാകുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ മുറിവിന്റെ ഉള്ളിലേക്ക് ഇത്തരം വെള്ളം ഒക്കെ കയറി ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുറിവ് ഹീലായതിനു ശേഷം മാത്രമേ വേദഗുളി ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേദഗുളിയിൽ യൂസ് ചെയ്യേണ്ടത് അത് നമുക്ക് നോക്കാം. അപ്പൊ പ്രധാനപ്പെട്ട ചില ഇലകളുടെ പേര് ഞാൻ പറയാം.
പേരയില വളരെ നല്ലതാണ്. അതുപോലെ പഴുത്ത പ്ലാവില, മാവില, അതുപോലെ ആവണക്കിന്റെ ഇല, പിന്നെ അതുപോലെ തന്നെ തുളസിയുടെ ഇല. തുളസിയുടെ 3 വെറൈറ്റി ആണെങ്കിലും, ബ്ലൂ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും, അതുപോലെ പനിക്കൂർക്കയുടെ ഇല അത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ കൊല്ലി എന്ന് പറയുന്ന ഇല അതിന്റെ ഇലയും ഇതിന് നമുക്ക് യൂസ് ചെയ്യാം. കുരുമുളകിന്റെ തണ്ടും ഇലയും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ചെറുനാരങ്ങ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കല്ലുപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ആര്യവേപ്പിന്റെ ഇല നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വട്ടയില എന്ന് പറയുന്ന ഇല യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങ. ഇത്തരം സംഭവങ്ങളെ നമുക്ക് ആവശ്യമേ ഉള്ളൂ. ഇത്തരം ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ നമ്മുടെ ഈ ഒരു ഹെർബൽ ഡിക്കോഷൻ, ഈ ഒരു കഷായ ബാത്ത് എന്ന് നമുക്ക് പറയാം, കഷായ കുളി. അതായത് ഇതൊക്കെ ഇട്ട് വെട്ടി തിളപ്പിക്കണം വെള്ളത്തില്. ആ രീതിയിലാണ് നമുക്ക് ഈ കുടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഇലകളെല്ലാം ഇട്ട് വെട്ടി തിളപ്പിച്ച് കഷായമാക്കിയാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. ഈ കഷായത്തിലാണ് നമ്മൾ കുളിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെള്ളം നമ്മുടെ ശരീരത്തിൽ തൊടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും തോന്നുന്നത്. കാരണം ഇത്ര കണ്ട് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഇലകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സുഖമായിരിക്കും നമ്മുടെ കുളി കഴിയുമ്പോൾ, പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ വേദകുളി വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പ്രസവിച്ചതിന് ശേഷമുള്ള സ്ത്രീകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതുമാണ്. പക്ഷെ വെട്ടി തിളപ്പിച്ച വെള്ളത്തിലൊന്നും ഒരിക്കലും കുളിപ്പിക്കരുത്. സാധാ ചെറിയ ചൂടോടുകൂടി തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കുളിക്കാനായിട്ട് സാധിക്കും. വളരെ ഹാപ്പി ആയിരിക്കും. നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ വരെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്